പരിശുദ്ധമായ സഫർ മാസത്തിൻ്റെ ആദ്യത്തെ ദിവസത്തിലാണ് നമ്മൾ ഓരോരുത്തരും നിലനിൽക്കുന്നത്. അൽഹംദുലില്ലാ, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ, ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ സഫർ മാസത്തിൻ്റെ ആദ്യത്തെ ദിവസം ഇന്ന് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആ സഫർ മാസവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഒരുപാട് പേർക്ക് സംശയമുണ്ട്. ഉസ്താദ്, അത് ചെയ്യാൻ പറ്റുമോ, ഇത് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ പറ്റുമോ, ഇങ്ങനെ പറ്റുമോ എന്നൊക്കെ ഒരുപാട് സംശയങ്ങളാണ് സഫർ മാസവുമായി ബന്ധപ്പെട്ട് പലർക്കും ഉള്ളത്. ഒരു കുഴപ്പമില്ലാത്ത മാസമാണ് സഫർ മാസം. സഫർ മാസവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കൊന്ന് കേൾക്കാം. പരിശുദ്ധമായ സഫർ മാസത്തിൻ്റെ ഇന്നു മുതൽ ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം ഒരു 7 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ആയുസ് അല്ലാഹു തആല ദീർഘിപ്പിച്ചു തരും. നമ്മുടെ വയസ്സ് അല്ലാഹു തആല കൂട്ടിത്തരും. അതായത് പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ, മോശപ്പെട്ട മരണങ്ങളെ തൊട്ടെല്ലാം അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തും. മാത്രമല്ല, ജീവിക്കുന്ന കാലത്തോളം നല്ല ത്വാഅത്തിലായി ഈമാനുള്ള ഇഖ്ലാസുള്ള നല്ല ജീവിതം അല്ലാഹു നമുക്ക് തരും. എന്ത് ശ്രദ്ധിക്കണം? ഒരു 7 കാര്യം ശ്രദ്ധിക്കണം. വളരെ സിമ്പിൾ. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഏതൊക്കെയാണ് 7 കാര്യം? വിശദമായി ഇതാ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നു. ഒരു ദുആ ഞാൻ പഠിപ്പിച്ചു തരട്ടെ. ആ ദുആ ഓതിയാൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമുക്ക് ദുനിയാവിൽ എന്തെല്ലാം നന്മകളുണ്ടോ അത് തരും, ആഖിറത്തിൽ എന്തെല്ലാം ഖൈറുകളുണ്ടോ അത് തരും, പിന്നെ നമുക്കുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ മാറ്റിത്തരും. എല്ലാം ഉറപ്പാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒരു കുഞ്ഞു ദുആയാണ്. അപ്പോൾ പല ആളുകളും ചോദിക്കും, ഉസ്താദേ ദുആ ചെയ്ത ആയുസ് ദീർഘിപ്പിച്ച് കിട്ടുമോ? അങ്ങനെയൊക്കെ ഉണ്ടോ? അള്ളാഹു എന്നാണെങ്കിലും നമ്മുടെ മരണം വിധിച്ചിട്ടില്ലേ, പിന്നെ എന്തിനാണ് നമ്മളിങ്ങനെ ദുആ ചെയ്യുന്നത് എന്നും ചിലപ്പോൾ ചില ആളുകൾക്ക് സംശയമുണ്ടാകാം. അപ്പോൾ ആ സംശയത്തിനുള്ള മറുപടിയും ആ ദുആയും ഇൻഷാ അല്ലാഹ് നമ്മളിതാ പഠിക്കാൻ പോവുകയാണ്. അവസാനം വരെ വീഡിയോ കാണണേ. ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കണ്ട. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയമുള്ള സഹോദരിമാരെ, സഹോദരങ്ങളെ, ഉമ്മമാരെ, ഉപ്പമാരെ, അല്ലാഹു തആല നമ്മുടെ ഈ പ്രഭാതം എന്തുകൊണ്ടും ഖൈറിലും ബറക്കത്തിലുമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ദിവസവും ഇനിയുള്ള വരുന്ന ദിവസങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ വലിയ ത്വാഅത്തിലായി, വലിയ ബറക്കത്തിലായി, സലാമത്തിലായിട്ടുള്ള ഒരു ജീവിതം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് പേരാണ് ഉസ്താദേ ദുആ ചെയ്യണേ, ഉസ്താദേ ദ്വാരക്കണേ എന്ന് നിരവധി ആവശ്യങ്ങൾ പറഞ്ഞ് വസിയത്ത് പറഞ്ഞിട്ടുള്ളത്. അല്ലാഹുവേ റബ്ബേ, ആരൊക്കെ ഞങ്ങളോട് ദുആ ചെയ്യാൻ എന്തെല്ലാം ആവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എല്ലാം ഒന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല, നിനക്കെല്ലാം അറിയാം റബ്ബേ. ആരെല്ലാം എവിടെ വെച്ചെല്ലാം എന്തൊക്കെ വസിയത്ത് ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടോ എല്ലാവരുടെയും എല്ലാ നല്ല ഉദ്ദേശങ്ങളും നീ സഫലീകരിച്ചു കൊടുക്ക റബ്ബേ. വിഷമങ്ങളും സങ്കടങ്ങളും മാറ്റിക്കൊടുക്കല്ലാ. മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്ത് കൊടുക്കല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമായ സഫർ മാസത്തിൻ്റെ ആദ്യത്തെ ദിവസത്തിലാണ്, ഒന്നാമത്തെ ദിവസത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഇന്നലെ മുഹറം 30 നമ്മൾ പൂർത്തിയാക്കി. പിന്നെ നിലാവ് കാണേണ്ട ആവശ്യമില്ല, മാസം പൂർത്തിയാക്കിയത് കൊണ്ട് ഇന്നലെ മഗ്രിബോടുകൂടി സഫർ മാസത്തിൻ്റെ ആദ്യത്തെ രാവിലേക്ക് നമ്മൾ പ്രവേശിച്ചു. ഇന്ന് സഫർ മാസത്തിൻ്റെ ആദ്യത്തെ ദിവസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു മാസം നമുക്ക് എല്ലാവിധത്തിലും ഖൈറിൻ്റെ, സലാമത്തിൻ്റെ, ബറക്കത്തിൻ്റെ, റഹ്മത്തിൻ്റെ ഒരു മാസമാക്കി തരുമാറാവട്ടെ. ഇത് തന്നെയാണ് നമ്മൾ ഇന്നലെ മഗ്രിബോടുകൂടി ദുആ ചെയ്തൊരു ദുആയുണ്ട്. അല്ലാഹുമ്മ അഹില്ലഹു അലൈന ബിൽ അംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാമി വത്തൗഫീഖ് ലിമാ തുഹിബ്ബു വതർളാ റബ്ബുനാ വറബ്ബുകല്ലാ എന്ന് നമ്മൾ ദുആ ചെയ്തു. അതിൻ്റെ അർത്ഥമാണ്, റബ്ബേ ഈ ഒരു സഫർ മാസം ഞങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള നന്മയുടെ, സലാമത്തിൻ്റെ എന്തൊക്കെ ശ്രേഷ്ഠതകളും എന്തെല്ലാം ഖൈറാത്തുകളുണ്ടോ എല്ലാം കിട്ടുന്ന ഒരു മാസമാക്കണേ എന്ന് നമ്മൾ ദുആ ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല അത് സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്, സഫർ മാസത്തിൻ്റെ ഓരോ ദിവസവും നമുക്ക് ഒരുപാട് നേട്ടങ്ങളുടെ, ഒരുപാട് ഖൈറുകൾ കിട്ടുന്ന നല്ല മാസമാക്കി അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഈ സഫർ മാസത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, ഇന്നും ഈ നാളെയും ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട, പ്രത്യേകിച്ച് നല്ല മഴക്കാലമാണ്. ഇപ്പോൾ റോഡിലൊക്കെ ഒരുപാട് അപകടങ്ങൾ കൂടുന്ന ഒരു സമയമാണ്. നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിച്ചാലും എതിരെ വരുന്ന വാഹനം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരുപാട് അപകടം പറ്റുന്ന, അബദ്ധങ്ങൾ പറ്റുന്ന, ഒരുപാട് ആക്സിഡൻറ്റുകൾ പറ്റുന്ന, ഒരുപാട് പ്രകൃതി ദുരന്തങ്ങൾ പറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളൊക്കെ ജീവിക്കുന്നത്. നമ്മളൊക്കെ ആഖിർ സമാനിൻ്റെ മക്കളാണ്. അതായത് അവസാന കാലഘട്ടത്തിലേക്ക് അടുക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. അല്ലാഹു തആല ഈ പ്രകൃതി ദുരന്തങ്ങളെ നമുക്ക് തരുന്നത് എന്താണെന്നറിയോ? ഇതൊക്കെ ഒരു സാമ്പിൾ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതായത് ആ വയനാട്ടിൽ ഉണ്ടായ ആ വലിയൊരു ഉരുൾപൊട്ടൽ അല്ലേ, അതായത് ഒരു 2-3 മണിക്കൂർ കൊണ്ട് 2 വലിയ ഗ്രാമങ്ങൾ ഒന്നുമില്ലാതെ ആ വലിയ ഒരുപാട് കെട്ടിടങ്ങളും ഒരുപാട് വീടുകളും ഒക്കെ ഉണ്ടായിരുന്നത് വെറും എന്താ പറയാ തരിശു ഭൂമി പോലെ ആക്കി മാറ്റി അല്ലാഹു തആല അല്ലേ. വല്ലാത്തൊരു പരീക്ഷണമായിരുന്നു. 2 മണിക്കൂർ കൊണ്ട്, അതായത് എല്ലാവരും അടിയിലേക്ക് പോയി. ഇതുപോലെ
ഇതിപ്പോൾ വയനാടാണ് സംഭവിച്ചതെങ്കിൽ അത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും, ലോകത്ത് മുഴുക്കെ എല്ലാ രാജ്യങ്ങളിലും ഒരുമിച്ച് സംഭവിക്കും. അതാണ് ഖിയാമത്ത് നാൾ. അപ്പോൾ ഖിയാമത്ത് നാളിൻ്റെ ഒരു ചെറിയ സാമ്പിളാണ് അല്ലാഹു തആല നമുക്ക് കാണിച്ചു തന്നത്. അതായത് പറഞ്ഞു വന്നത്, നമ്മളൊക്കെ അവസാന കാലഘട്ടത്തിലാണ്, മരണം കൂടുകയാണ്. മരണം കൂടുന്ന ഒരു സാഹചര്യത്തിലാണ്. പെട്ടെന്നുള്ള മരണം, കുഴഞ്ഞു വീണ് മരണം, അപകട മരണം, അതുപോലെ തന്നെ മോശപ്പെട്ട പല സൈസുള്ള മരണങ്ങൾ, ഇതൊക്കെ നമ്മൾ ഓരോ ദിവസവും നമ്മൾ കാണുകയാണ്, കേൾക്കുകയാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസുണ്ട്. നബി തങ്ങൾ പറയുന്നു, അഅ്മാറു ഉമ്മത്തി മാ ബൈന സിത്തീന വസബഈന. എൻ്റെ ഉമ്മത്തിൻ്റെ വയസ്സ്, എൻ്റെ സമുദായത്തിൻ്റെ വയസ്സ് 60-ൻ്റെയും 70-ൻ്റെയും ഇടയിലാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ, അതുപോലെ ഉമർ തങ്ങൾ, ഇവരൊക്കെ മരണപ്പെട്ടത് 60 വയസ്സ് 70 വയസ്സിന്റെ ഇടയിലാണ്. ഇന്നത്തെ പത്രത്തിലെ ചരമക്കോളം എടുത്ത് വെറുതെ നോക്കിയേ, 60 വയസ്സ് 70 വയസ്സിന്റെ ഇടയിലായിരിക്കും ഒരുപാട് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ടാവുക. ഒരുപാട് പേര് 70 വയസ്സിന് മുകളിലുണ്ട്, 80 വയസ്സിന് മുകളിലുണ്ട്, 100 വയസ്സുണ്ടാകും, ആ 100 വയസ്സ് കഴിഞ്ഞ ആൾക്കാരുണ്ടാകും. ചിലപ്പോൾ പല ആളുകളും 40 വയസ്സിൽ മരണപ്പെട്ടു പോകും, 30 വയസ്സിൽ മരണപ്പെട്ടു. മരണമൊക്കെ വയസ്സനുസരിച്ചൊന്നും അല്ല മരണം നടക്കുന്നത്. പക്ഷേ നബിതങ്ങളുടെ ഒരു ഹദീസാണ്, കൂടുതലും എൻ്റെ ഉമ്മത്തിങ്ങളിൽ ആളുകൾ മരണപ്പെടുന്നത് 60 വയസ്സ് 70 വയസ്സിന്റെ ഇടയിലാണ്. ഇന്നത്തെ കാലത്തെ സംബന്ധിച്ചിടത്തോളം 60 വയസ്സൊന്നും എത്തണ്ട, അതിനു മുമ്പേ ഒരുപാട് പേര് മരണപ്പെടുന്നു. കാരണം ഒന്ന് നമ്മുടെ ഭക്ഷണക്രമമാണ്, രണ്ടാമത് വ്യായാമമില്ലായ്മ, പിന്നെ നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ, നമ്മുടെ ജീവിത ശൈലി, ഇതൊക്കെ കൊണ്ട് ഒരുപാട് മരണങ്ങൾ സംഭവിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത്, അള്ളാഹു നമുക്ക് ഈ ദുനിയാവിൽ തന്നിട്ടുള്ള ആയുസ്, ഈ ആയുസ് നമുക്കൊന്ന് ദീർഘിപ്പിച്ചെടുക്കാം. നമുക്ക് 40 വയസ്സാണെങ്കിൽ ഒരു 50 വയസ്സ് വരെ ജീവിക്കാൻ, 50 വയസ്സാണെങ്കിൽ ഒരു 60 വയസ്സ് വരെ, 60 ആണെങ്കിൽ ഒരു 70 വയസ്സ് വരെ, ഒരു 10 വർഷം, ഒരു 5 വർഷമൊക്കെ കൂട്ടി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് തരും. എങ്ങനെ? ഒരു 7 കാര്യം ശ്രദ്ധിച്ചാൽ. എൻ്റെ പൊന്നുസ്താദെ, കൂടുതൽ കാലമൊന്നും ഇവിടെ ജീവിക്കണമെന്നും ആഗ്രഹമൊന്നുമില്ല, ജീവിക്കുന്ന കാലത്തോളം ഹൈറായി ജീവിച്ചാൽ മതി, അങ്ങനെ പറയുന്ന ആളുകളുമുണ്ട്. ആയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് ഉണ്ട്, ഏറ്റവും നല്ല മുഅ്മിൻ എന്ന് പറഞ്ഞാൽ തൂലുൽ ഉംർ വഹുസ്നുൽ അമൽ എന്നാണ്. അതായത് ദീർഘനാൾ അവൻ ജീവിക്കുകയും അത്രയും കാലം അവൻ ഒരുപാട് അമലുകൾ ചെയ്യുകയും ചെയ്താൽ അവനാണ് ഏറ്റവും നല്ല മുഅ്മിനായ മനുഷ്യനെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല ചില ആളുകൾക്ക് ആ ഭാഗ്യം കൊടുക്കും. ചിലപ്പോൾ 100 വയസ്സ് വരെ ജീവിക്കും. 100 വയസ്സ് വരെയും ഖുർആൻ ഓതുക, അതുപോലെ തന്നെ ദിക്റുകൾ പറയുക, സ്വലാത്തുകൾ പറയുക, അങ്ങനെ ചില ആളുകളുണ്ട്. ചിലപ്പോൾ 40 വയസ്സ് വരെ ജീവിക്കൂ, 30 വയസ്സ് വരെ ജീവിക്കൂ, പക്ഷെ ഒരു നന്മയും ഉണ്ടാവില്ല. അതിനേക്കാൾ നല്ലതല്ലേ ആയുസ് ഇങ്ങനെ ദീർഘിപ്പിച്ച് കിട്ടിയിട്ട്, ദീർഘമായി കിട്ടിയിട്ട് അതിൽ ഒരുപാട് നന്മ ചെയ്യാൻ പറ്റിയാൽ അത് ഏറ്റവും നല്ല മുഅ്മിനിന്റെ അടയാളമാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ചില ആളുകൾ ഇപ്പോൾ ചോദിക്കും, ഉസ്താദെ അങ്ങനെയാണെങ്കിൽ ഞങ്ങളൊന്ന് ചോദിക്കട്ടെ, അതായത് അള്ളാഹു നമ്മൾ എപ്പോഴാണോ മരിക്കുന്നത് ആ ഡേറ്റ് തീരുമാനിച്ചിട്ടുണ്ട്. 40 വയസ്സാണെങ്കിൽ 40 വയസ്സ് മരിക്കും, 60 ആണെങ്കിൽ 60 വയസ്സ് മരിക്കുമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ദുആയൊക്കെ ചെയ്താൽ, അല്ലെങ്കിൽ ഈ പറയുന്ന ഉസ്താദ് പറയുന്ന 7 കാര്യമൊക്കെ ചെയ്താൽ എങ്ങനെ അള്ളാഹു തആല ദീർഘിപ്പിച്ചു തരും? അതായത് 2 കാര്യം. ഒന്ന്, അള്ളാഹുവിന് 2 തരത്തിലുള്ള ഖലാ ഉണ്ട്. ഒന്ന് മുജറമായ ഖലാഉം, 2 മുഅല്ലഖായ ഖലാഉം. അതായത് ഒന്ന് ഒരിക്കലും മാറ്റാൻ പറ്റാത്ത ഖലാ ഉണ്ട്. ഒരിക്കലും നമ്മൾ മരിക്കും, അല്ലെ, നമ്മളെല്ലാവരും മരിക്കും എന്നുള്ളത് ഒരിക്കലും മാറ്റാൻ പറ്റൂല. അത് എത്ര വയസ്സായാലും നമ്മൾ മരിക്കും. അത് അള്ളാഹുവിൻ്റെ ഒരു വിധിയാണ്. ആ വിധിയെ നമുക്ക് മാറ്റാൻ പറ്റില്ല. രണ്ടാമത്തേത് മുഅല്ലഖായ ഖലാ. മുഅല്ലഖായ ഖലാ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾ കൊണ്ട് നമുക്ക് ആ വിധിയെ മാറ്റാം. പ്രത്യേകിച്ച് ദുആ ചെയ്താൽ ചില വിധികൾ നമുക്ക് മാറ്റാം. ഒരു അപകടം അള്ളാഹു നമുക്ക് തരാൻ ഉദ്ദേശിച്ചു, ഒരു രോഗം നമുക്ക് തരാൻ ഉദ്ദേശിച്ചു, നമ്മൾ ദുആ ചെയ്തു, ആ ദുആ സ്വീകരിച്ചാൽ അള്ളാഹു ആ രോഗം മാറ്റും, ആ ഒരു പ്രയാസം അള്ളാഹു മാറ്റും. അങ്ങനെ ചില ഖലാ ഉണ്ട്. അതായത് എന്നാണെങ്കിലും നമുക്ക് ചിലപ്പോൾ അപകടം വന്നിട്ടാവാം മരിക്കുന്നത്, അല്ലെങ്കിൽ ആക്സിഡന്റ് പറ്റിയിട്ടാവാം, എന്താണോ രോഗം വന്നിട്ടാവാം. അപ്പൊ നമ്മൾ ദുആ ചെയ്താൽ ഇനി പറയുന്ന 7 കാര്യം ശ്രദ്ധിച്ചാൽ ആ ഒരു രോഗം വരുന്നതിനെ തൊട്ട് നമുക്ക് കാവൽ കിട്ടും. അങ്ങനെ കുറച്ച് നാൾ നമുക്ക് കൂടി ജീവിക്കാം, ഖൈറായ നിലയിൽ ജീവിക്കാം. അപ്പൊ ഇൻഷാ അല്ലാഹ് 7 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ആയുസ് ദീർഘിപ്പിച്ച് കിട്ടുക മാത്രമല്ല, ആ കിട്ടുന്ന ആയുസ്സിൽ നമുക്ക് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു തആല തരും. അല്ലാഹു തആല നമുക്ക് ഈ 7 കാര്യങ്ങളും ശ്രദ്ധിക്കാനുള്ള തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ആദ്യമായി ഒരു ദുആ പഠിക്കാൻ പോവുകയാണ്. നമുക്ക് ആയുസ് ദീർഘിപ്പിച്ച് കിട്ടാനും നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ആയുസ്സിൽ എല്ലാവിധത്തിലുള്ള ബറക്കത്തുണ്ടാവാനും അതുപോലെ തന്നെ നമുക്ക് മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടി മരിക്കാനും ഒരു
ദുആ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. ഈ ദുആ നമുക്ക് ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും നിസ്കാരത്തിന് ശേഷമോ അതല്ലാത്ത സമയത്തോ ഒക്കെ നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ ഇതൊന്നുകിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ അല്ലെങ്കിൽ എഴുതിയെടുത്തിട്ടോ ഫോട്ടോ എടുത്തിട്ടോ ഇതൊന്ന് സൂക്ഷിച്ചു വെക്കണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കൊരു ബുക്ക് ഉണ്ടല്ലോ ദുആയും ദിക്റൊക്കെ എഴുതി വെക്കുന്ന, അത് ബുക്കിലേക്ക് ഈ ഒരു ദുആയും കൂടി നിങ്ങളൊന്ന് എഴുതി വെച്ചിട്ട് മഗ്‌രിബിന് ശേഷമോ സുബ്ഹിക്ക് ശേഷമോ എപ്പോഴാണോ സമയം കിട്ടുന്നത് നല്ല നിയ്യത്തോടു കൂടി ഈ ദുആ ഒന്ന് പറയണം. ഇൻഷാ അല്ലാഹ് ആ ദുആ ഇതാണ്. നമുക്കൊന്ന് ഒന്നിച്ച് പറഞ്ഞാലും നമുക്ക് ഇവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. അല്ലാഹുമ്മ അക്സിർ മാലി വവലദി വബാരിക് ലി ഫീമാ അഅ്തൈതനി വഅതിൽ ഹയാതി അലാ ത്വാഅതിക വഅഹ്സിൻ അമലി വഗ്ഫിർ ലി. ഇതാണ് ആ ദുആ. വളരെ സിമ്പിളായ വളരെ എളുപ്പമുള്ള ദുആയാണ്. അല്ലാഹുമ്മ അല്ലാഹുവേ അക്സിർ മാലി വവലദി, അല്ലാഹുവേ എനിക്ക് ഒരുപാട് നല്ല മക്കളെ തരണേ അല്ലാ, എനിക്ക് നല്ല ഖൈറായ സമ്പത്ത് തരണേ അല്ലാ. എന്തിനാ ഒരുപാട് കാശ് കിട്ടിയിട്ട് അത് സൂഹിക്കാനൊന്നുമല്ല, അത് കിട്ടിയിട്ട് കുറേ സ്വതക്ക കൊടുക്കാൻ, പാവപ്പെട്ടവരെ സഹായിക്കാൻ, അതുകൊണ്ട് എൻ്റെ ഉപജീവന മാർഗം നടത്താൻ ഒക്കെയാണ്. അല്ലാഹുമ്മ അക്സിർ മാലി വവലദി, അല്ലാഹുവേ എൻ്റെ മക്കള് അതുപോലെ എൻ്റെ സമ്പത്ത് അതിലെല്ലാം നീ വർധനവ് തരണേ അല്ലാ. വബാരിക് ലി ഫീമാ അഅ്തൈതനി, റബ്ബേ നീ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. എൻ്റെ മക്കള്, എൻ്റെ സമ്പത്ത്, എൻ്റെ കുടുംബം, എൻ്റെ വീട്, എൻ്റെ വാഹനം, എൻ്റെ കച്ചവട സ്ഥാപനം, നീ എനിക്ക് തന്നിട്ടുള്ള കാര്യങ്ങളിൽ നീ ബറക്കത്ത് തരണേ അല്ലാ. വഅതിൽ ഹയാതി അലാ ത്വാഅതിക, അല്ലാഹുവേ നിന്നെ അനുസരിച്ച് നിനക്ക് ഇബാദത്തെടുത്ത് ദീർഘകാലം ജീവിക്കാൻ എനിക്ക് നീ തൗഫീക്ക് തരണേ അല്ലാ, സൗഭാഗ്യം തരണേ അല്ലാ, ഭാഗ്യം തരണേ അല്ലാ. വഅഹ്സിൻ അമലി വഗ്ഫിർ ലി, എൻ്റെ പ്രവർത്തനങ്ങൾ നീ നന്നാക്കി തരണേ അല്ലാ, എനിക്ക് നീ പൊറുത്തു തരണേ അല്ലാ. വല്ലാത്തൊരു ദുആയാണ്. ദുന്യാവും ആഖിറവും നമ്മൾ ചോദിക്കുന്ന ഒരു ദുആയാണ്. ഈ ദുന്യാവും അതിലുള്ള വസ്തുക്കളും നമ്മൾ ആഖിറവും നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ എല്ലാത്തിനും പറ്റിയൊരു ദുആയാണ്. നമുക്ക് ഒന്നിച്ച് ഒരു 2 പ്രാവശ്യം ഇതൊന്ന് പറഞ്ഞാലോ? ഒന്നിച്ച് എല്ലാവരും പറഞ്ഞേ. അല്ലാഹുമ്മ അക്സിർ മാലി വവലദി വബാരിക് ലി ഫീമാ അഅ്തൈതനി വഅതിൽ ഹയാതി അലാ ത്വാഅതിക വഅഹ്സിൻ അമലി വഗ്ഫിർ ലി. ഒരു പ്രാവശ്യം കൂടി. അല്ലാഹുമ്മ അക്സിർ മാലി വവലദി വബാരിക് ലി ഫീമാ അഅ്തൈതനി വഅതിൽ ഹയാതി അലാ ത്വാഅതിക വഅഹ്സിൻ അമലി വഗ്ഫിർ ലി. ഇതാണ് ആ ദുആ. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഈ ദുആ നമ്മൾ അധികരിപ്പിക്കേണ്ടതാണ്. എല്ലാം പറഞ്ഞിട്ടുള്ള ദുആയാണ്, വളരെ എളുപ്പമുള്ള വാക്കുകളാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ ദുആ മറക്കണ്ട. രണ്ടാമത്തെ കാര്യം നമ്മൾ എല്ലാ ക്ലാസ്സിലൊക്കെ പലപ്പോഴും പറയാറുണ്ട്, സിലത്തുർ റഹം, കുടുംബ ബന്ധം. ഇത് മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് ഒരുപാട് കണ്ട് പറഞ്ഞു തന്ന ഒരു ഹദീസ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് ആയുസ് ദീർഘിപ്പിച്ച് കിട്ടണോ, തൂലുൽ ഉംർ, നിങ്ങൾക്ക് ആയുസ് ദീർഘിപ്പിച്ച് കിട്ടണോ, കുടുംബ ബന്ധം ചേർ, ആരോടും പിണക്കം വേണ്ട. അപ്പം തന്നെ നമ്മുടെ മനസ്സൊന്ന് ക്ലിയർ ആകും, സന്തോഷം ഉണ്ടാകും, നമുക്ക് ഒരു ടെൻഷനില്ല. ചിലപ്പോൾ ഉമ്മയോട് പിണക്കം, വാപ്പയോട് പിണക്കം, ഭാര്യയോട്, അനുജനോട്, ജ്യേഷ്ഠനോട് പിണങ്ങിയ ആളുകളുടെ മാനസികാവസ്ഥ ഒന്ന് നോക്കിയിട്ടുണ്ടോ? പിണക്കമുള്ള ആളുകളുടെ മാനസികാവസ്ഥ പിന്നെ എന്താ, നമുക്ക് എപ്പോഴും ഒരു ബേജാറ് പോലെയാണ് മനസ്സിൽ. എന്താ പറയുക, അവനോട് എങ്ങനെ മിണ്ടും, അല്ലെങ്കിൽ അയാൾ വരുന്നുണ്ട് അപ്പോൾ മാറി നടക്കുന്നു, പിന്നെ അവനെ പറ്റിയുള്ള ചിന്തകൾ, ഇതിങ്ങനെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തികട്ടി വരും. അപ്പോൾ മനസ്സ് ഭയങ്കര ബേജാറാവും. അപ്പം നമ്മുടെ ശരീരത്തിലേക്ക് പോസിറ്റീവ് എനർജി കയറേണ്ടതിന് പകരം നെഗറ്റീവ് എനർജി വരും. നെഗറ്റീവ് എനർജി വന്ന് നമുക്ക് വല്ലാത്ത അസുഖങ്ങളും ഡിപ്രഷനും ഒക്കെ ഉണ്ടായി വേഗത്തിൽ മരണപ്പെടാം. ഇതായിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബന്ധങ്ങൾ ദൃഢമാക്കണം, ആരോടും പിണക്കം വേണ്ട, പ്രത്യേകിച്ച് കുടുംബ ബന്ധം, പ്രത്യേകിച്ച് ഭാര്യയോട്, മക്കളോട്, ഉമ്മയോട്, വാപ്പയോട്, സഹോദരനോട്, സഹോദരിയോട് ഒക്കെ നല്ല ബന്ധം വേണം. സിലത്തുർ റഹം, കുടുംബ ബന്ധം, മുറിഞ്ഞുപോയ ബന്ധങ്ങൾ ചേർക്കുക, ആരോടും പിണക്കങ്ങൾ വേണ്ട. ഒരിക്കൽ മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ അടുക്കൽ ഒരാൾ ഇരിക്കുകയാണ്. അപ്പോൾ മഹാനായ അസ്രായിൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് പറഞ്ഞു, ദാവൂദ് നബിയെ, ഈ മനുഷ്യൻ ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് മരിക്കും കേട്ടോ, 2 മണിക്കൂറേ ഇനി ഇയാൾക്ക് ആയുസുള്ളൂ, അയാൾ മരിക്കും. ആ സമയത്ത് ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇയാളോട് പറഞ്ഞു, നീ വീട്ടിലേക്ക് പോയി നിന്റെ ഭാര്യ, ഉമ്മ, വാപ്പ ആരൊക്കെ ഉണ്ടല്ലോ അവരോട് നീ കുറച്ച് സമയം ചിലവഴിക്കാൻ പറഞ്ഞു. കാരണം നീ മരിക്കാൻ പോകുമെന്ന് അയാളോട് ദാവൂദ് നബി പറഞ്ഞില്ല, അയാൾ ബേജാറായാലോ, അതുകൊണ്ട് വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. ഇയാൾ നേരെ വീട്ടിലേക്ക് പോയി ആ കുടുംബത്തോടൊപ്പം ഇരുന്ന് സംസാരിക്കുന്നത് കണ്ടിട്ട് ദാവൂദ് നബി തിരിച്ചു പോന്നു. അങ്ങനെ പിറ്റേ ദിവസം നോക്കുമ്പോൾ ഇയാൾ മരിച്ചിട്ടില്ല.
അപ്പോൾ അസ്രായിൽ അലൈഹിസ്സലാത്തു വസ്സലാമയോട് ദാവൂദ് നബി ചോദിച്ചു എന്നാണ്, ഇതെന്തേ 2 മണിക്കൂർ കഴിഞ്ഞ് മരിക്കും, 2 സാഅത്ത് കഴിഞ്ഞ് മരിക്കുമെന്ന് പറഞ്ഞ ആൾ ഇത് പിറ്റേന്ന് ഇവിടെ പന പോലെ നടക്കുന്നുണ്ടല്ലോ, പയറ് പോലെ നടക്കുന്നുണ്ടല്ലോ, ഇതെന്താ സംഭവം? അപ്പോൾ ആ സമയത്ത് അസ്രായിൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, നബിയെ, ഞാൻ നിങ്ങളോട് പറയുന്ന സമയത്ത്, ഇയാൾ മരിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന സമയത്ത് ഇയാളുടെ സഹോദരനോട് പിണക്കത്തിലായിരുന്നു, സഹോദരനോട് പിണങ്ങിക്കഴിയുകയാണ്, തെറ്റിക്കഴിയുകയായിരുന്നു. ഇയാൾ താങ്കളുടെ നിർദ്ദേശപ്രകാരം വീട്ടിലേക്ക് ചെന്നു. ആ സമയത്ത് ആ സഹോദരൻ ഉണ്ടായിരുന്നു. ആ സഹോദരനോട് പൊരുത്തം ചോദിച്ച് രണ്ടുപേരും പിണക്കം മാറ്റി. ആ ഒരു കാരണത്താൽ അല്ലാഹു തആല 20 വർഷത്തോളം ഇയാൾക്ക് ആയുസ് ദീർഘിപ്പിച്ചു കൊടുത്തു എന്ന് ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് അസ്രായിൽ അലൈഹിസ്സലാത്തു വസ്സലാം റൂഹ് പിടിക്കുന്ന മലക്ക് പറഞ്ഞു എന്ന് നമുക്ക് ചരിത്രത്തിന്റെ ചില കിതാബുകളിൽ കാണാം. അപ്പോൾ എന്താ അല്ലെ, പിണക്കം മാറ്റിയാൽ ആയുസ് ദീർഘിപ്പിക്കാം. അത് അള്ളാഹു നമുക്ക് തരുന്ന ഒരു ഓഫറാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആ കാര്യം മറന്നു പോവണ്ട. അപ്പോൾ രണ്ടാമത്തേത് സിലത്തുർ റഹം, കുടുംബബന്ധം ചേർത്താൽ മാത്രമേ നമുക്ക് നമ്മുടെ അമലുകൾ സ്വീകരിക്കപ്പെടൂ. നമ്മൾ ചെയ്യുന്ന ഒരുപാട് നിസ്കാരം, നോമ്പ്, അത് ഇതൊക്കെ ഉണ്ടല്ലോ, എല്ലാം അള്ളാഹു കബൂൽ ചെയ്യണ്ടേ, അതിന് ഈ കുടുംബബന്ധമൊക്കെ ചേർക്കണം. മൂന്നാമത്തെ കാര്യം ഹുസ്നുൽ ജിവാർ, നല്ല അയൽപക്ക ബന്ധം ഉണ്ടാവണമെന്നാണ്. അയൽപക്ക ബന്ധം ഉണ്ടാവണം. പിന്നെ ചിലപ്പോൾ അയൽവാസിയുടെ പറമ്പിലേക്ക് നമ്മുടെ മരം ചാഞ്ഞു നിൽക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ നമ്മുടെ മരത്തിൻ്റെ ഇലകൾ അവൻ്റെ കിണറ്റിൽ വീഴുന്നുണ്ടാകും, അല്ലെങ്കിൽ വഴിയുമായി ബന്ധപ്പെട്ട് ഒന്ന് ചരിച്ചു കൊടുത്താൽ അവൻ്റെ വാഹനം കാർ കയറിപ്പോകും. നമ്മൾ മസിൽ പിടിച്ച് അവിടെ ഇരിക്കുകയാ, എന്തോ കെട്ടിപ്പിടിച്ച് എവിടെയോ കൊണ്ടുപോകുന്നു പറഞ്ഞു. ഒരിക്കലും ഇല്ല കേട്ടോ, ഒന്നും നമ്മൾ കൊണ്ടുപോകില്ല, അതൊക്കെ നമ്മൾ വയനാട് ഉരുൾപൊട്ട് നമ്മൾ കണ്ടല്ലോ അല്ലെ. എത്രയോ ആളുകൾക്ക് എത്രയോ സമ്പത്തുണ്ടായിരുന്നു, എത്രയോ തേയിലത്തോട്ടം ഉണ്ടായിരുന്നു, എത്രയോ ഒരു സഹോദരൻ്റെ 60 പവൻ സ്വർണവും അതുപോലെ തന്നെ 2 ലക്ഷം രൂപയും, അതായത് ഈ അപകടം സംഭവിക്കുന്നതിന് തൊട്ട് തലേ ദിവസം 2 ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിൽ അദ്ദേഹം തേയില വിറ്റ് കാപ്പിയൊക്കെ വിറ്റ് കിട്ടിയ 2 ലക്ഷം രൂപ, എന്തോ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പ്രതീക്ഷിച്ച് ആ സഹോദരൻ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചതാ. പൈസയുമില്ല, വീടുമില്ല, അദ്ദേഹത്തിൻ്റെ ജീവൻ മാത്രം ബാക്കിയാണ്. ഇതുപോലെയാണ് എപ്പോഴാണ് നമ്മുടെ പരീക്ഷണം വരുമെന്ന് അറിയില്ല. അതുകൊണ്ട് ഒരു ചെറിയൊരു വളവ് ചെയ്തു കൊടുത്താൽ, ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു കൊടുത്താൽ നമുക്ക് തീരാവുന്ന പ്രശ്നങ്ങൾ വർഷങ്ങളായിട്ട് തീരാതെ കിടക്കുന്നുണ്ട്. പിടിവാശിയാണ്, ദുർവാശിയാണ്. അതൊന്നും കൊണ്ട് നമ്മൾ ഈ ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കില്ല. അതുകൊണ്ട് അയൽവാസികളോടൊക്കെ നല്ല ബന്ധം, അതെന്താ നമുക്ക് ആഖിറത്തിലും ഗുണമാണ്, ദുനിയാവിലും ഗുണമാണ്. അല്ലാഹു തആല എന്ത് ചെയ്യും? ആയുസ് ദീർഘിപ്പിച്ചു തരുമെന്ന് നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നാലാമത്തെ കാര്യം മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക. ബിർറുൽ വാലിദൈൻ, ഉമ്മാക്ക് ഗുണം, വാപ്പാക്ക് ഗുണം. ഉമ്മാക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, വാപ്പാക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. അതൊക്കെ എന്താണ്? നമുക്ക് ആയുസ് നീട്ടിക്കിട്ടാൻ അത് വലിയ കാരണമാണ് അല്ലെ. ഉമ്മാക്കും വാപ്പാക്കും ഗുണം ചെയ്താൽ കിട്ടുന്ന 3 ഗുണങ്ങളുണ്ട്. ഉമ്മാക്കും വാപ്പാക്കും ഗുണം ചെയ്താൽ 3 ഗുണം കിട്ടും. ഒന്നാമത്തേത് ആയുസ് ദീർഘിപ്പിച്ച് കിട്ടും. രണ്ടാമത്തേത് നമ്മൾ ചെയ്യുന്ന കച്ചവടം, ബിസിനസ്, ജോലി, അതിലെല്ലാവിധ ഖൈറുണ്ടാകും. മൂന്നാമത്തെ ഗുണം നല്ല മക്കളുണ്ടാകും. നമുക്ക് ഗുണം ചെയ്യുന്ന മക്കൾ അല്ലാഹു തആല തരും. ഉമ്മാക്കും വാപ്പാക്കും എതിരെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിൽ, അവർക്ക് ഗുണം ചെയ്യുന്നില്ല എങ്കിൽ 3 ശിക്ഷ. 1 പെട്ടെന്നുള്ള മരണം. രണ്ടാമത്തേത് എന്ത് കച്ചവടം ചെയ്താലും ഒരു തരത്തിലും ബർക്കത്തുണ്ടാവില്ല. മൂന്നാമത്തേത് ബടക്കായ മക്കൾ, നമ്മളെ ഇട്ട് വട്ടം കറക്കുന്ന മക്കൾ, നമ്മൾ പറഞ്ഞിട്ട് ആ ഒട്ടും അനുസരിക്കാത്ത മക്കളെ അല്ലാഹു തആല നമുക്ക് തന്ന് പരീക്ഷിക്കും. അല്ലാഹു കാക്കുമാറാവട്ടെ, ആമീൻ. ഇപ്പോൾ നാലാമത്തെ കാര്യം ഉമ്മാക്കും വാപ്പാക്കും ഗുണം ചെയ്യലാണ്. അഞ്ചാമത്തേത് ഹുസ്നുൽ ഖുൽഖ്, നല്ല സ്വഭാവം. എല്ലാവരോടും ചിരിച്ച് പുഞ്ചിരിച്ചുകൊണ്ട് പെരുമാറുന്ന നല്ല സ്വഭാവം. അതും എന്താണ്? മലക്കുകൾക്ക് ഇഷ്ടമുള്ള ഒരു സ്വഭാവമാണ്. മലക്കുകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുമെന്നാണ്. മലക്കുകൾ നമുക്ക് വേണ്ടി ദുആരക്കും, അല്ലാഹുവേ അവൻ നല്ല ഹുസ്നുൽ ഖുൽഖുള്ള ആളാണ്, നല്ല സ്വഭാവമുള്ളവനാണ്, അവൻ്റെ ആയുസ് നീ ദീർഘിപ്പിച്ചു കൊടുക്കണേ, ഖൈറായി ദീർഘിപ്പിച്ചു കൊടുക്കണേ എന്ന് നമുക്ക് വേണ്ടി മലക്കുകൾ ദുആ ചെയ്യുമെന്ന് നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആറാമത്തേത് സ്വതക്കയാണ് അല്ലെ. ഏത് പള്ളിക്കുറ്റിയിൽ നോക്കിയാലും ഒരു ഹദീസിന്റെ അർത്ഥം എഴുതി വെച്ചിട്ടുണ്ടാകും, ദാനം ആപത്തിനെ തടയും. അത് വെറുതെ ഒന്നും എഴുതി വെച്ചതല്ല, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസാണ്. അസ്വദഖത്തു റദ്ദുൽ ബലാ അല്ലെ, അസ്വദഖത്തു റദ്ദുൽ ബലാ, ദാനം ആപത്തിനെ തടയും. എത്രയോ ആളുകളാണ് പറഞ്ഞിട്ടുള്ളത്. ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ഉസ്താദേ ഞാൻ പള്ളിയിൽ വന്നപ്പോൾ ഒരു 10 രൂപ ഞാൻ പള്ളിക്കുറ്റിയിൽ ഇട്ടത് കൊണ്ടാണ് അൽഹംദുലില്ലാ ഞാൻ ആ അപകടത്തിൽ നിന്നും കഴിച്ചിലായത്, ഞാൻ രക്ഷപ്പെട്ടത് എന്ന് എത്രയോ പേര് ഒരുപാട് സമയത്ത് എന്നോട് അതല്ലാതെ നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. അപ്പം അതുകൊണ്ട് സ്വതക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ദുനിയാവിലെ ജീവിതം ദീർഘിപ്പിച്ച് കിട്ടാൻ, ആയുസ് ദീർഘിപ്പിച്ച് കിട്ടാൻ അത് കാരണമാണ്. ഒരുപാട് ചരിത്രങ്ങളുണ്ട്. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു വലിയ സ്വഹാബിയാണ് അല്ലെ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബിയാണ്, വലിയ കച്ചവടക്കാരനാണ്. അദ്ദേഹം ഒരു ദിവസം
കച്ചവടത്തിനായി പോവുകയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് യാത്ര പറഞ്ഞിങ്ങനെ പോകുന്ന സമയത്ത് അസ്രായിൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് പറഞ്ഞു, നബിയെ, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് കച്ചവടത്തിന് പോയി തിരിച്ച് മയ്യിത്തായിട്ടായിരിക്കും വരിക, അദ്ദേഹം ആ കച്ചവട സമയത്ത് വെച്ച് മരണപ്പെടും. അങ്ങനെ ഒരു നബിതങ്ങൾ ഒരുപാട് വിഷമിച്ചു, സങ്കടപ്പെട്ടു. കാരണം നബിതങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള സ്വഹാബിയാൻ. അദ്ദേഹം കച്ചവടത്തിന് പോയി മാസങ്ങൾ കഴിഞ്ഞ് തിരിച്ച് നല്ല രൂപത്തിൽ തിരിച്ചു വന്നപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് അസ്രായിലിനോട് ചോദിച്ചു, ഇതെന്താണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തിരിച്ച് ജീവനോടെ വന്നില്ലോ, മരിച്ചില്ലല്ലോ, ഇതെന്താ കാരണം? ആ സമയത്ത് മലക്ക് പറഞ്ഞു കൊടുത്തു എന്നാൽ അള്ളാഹു തആല ഈ യാത്രയിൽ ഇദ്ദേഹത്തിൻ്റെ മരണം നിശ്ചയിച്ചിരുന്നു നബിയെ. പക്ഷേ ഇദ്ദേഹം ആ യാത്രയിൽ ഒരു സംഭവം നടന്നു. അതായത് ഇദ്ദേഹം ഇങ്ങനെ ഒരു മരുഭൂമിയിലൂടെ പോകുമ്പോൾ ഒരു സ്ഥലത്ത് തമ്പടിച്ചു. അവിടെ ഭക്ഷണമൊക്കെ പാകം ചെയ്ത് അവിടെ അന്ന് കൂടാമെന്ന് കരുതി. അങ്ങനെ അവിടെ ഇരുന്നപ്പോൾ ദൂരെ ഒരു ചെറിയ കുടിൽ കണ്ടു. അവിടെ ചെറിയൊരു വിളക്ക് കണ്ടു. അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ വയസ്സായ ഒരു ഉമ്മ ഇരിക്കുന്നു. ആ ഉമ്മ ഇങ്ങനെ സൂചി നൂലുകൊണ്ട് തുണി തുന്നുകയാണ്. ആ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, ഞങ്ങൾ കുറച്ച് വഴിയാത്രക്കാരാണ്, ഞങ്ങളുടെ കയ്യിൽ കുറച്ച് ഗോതമ്പ് എണ്ണയൊക്കെ ഉണ്ട്, ഇതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഭക്ഷണം ഉണ്ടാക്കി തരുമോ? നിങ്ങളും അതിൽ നിന്നെടുത്തോ, ഞങ്ങളൊന്ന് നിസ്കരിച്ചിട്ട് വരാം. ഇവരിങ്ങനെ നിസ്കരിച്ച് ഈ സ്വഹാബിമാർ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങളും കുറച്ച് സ്വഹാബിമാരും നിസ്കാരമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വിഭവ സമൃദ്ധമായ ഭക്ഷണം അവിടെ നിരത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ചോദിച്ചു, ഇത് നിങ്ങൾ ഒറ്റക്കുണ്ടാക്കിയ ഭക്ഷണമാണോ? നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുമോ? നിങ്ങൾ വയസ്സല്ലേ? ആ സമയത്ത് ആ ഉമ്മ പറഞ്ഞു, അല്ല, എൻ്റെ 2 മക്കളുണ്ട്, 2 പെൺകുട്ടികളാണ്, അവർ എത്തീമീങ്ങളാണ്, അവരുടെ മാപ്പ മരണപ്പെട്ടു പോയി, ഞാൻ വിധവയാണ്, ഇവരെ ഞങ്ങൾക്ക് സമ്പത്തില്ലാത്തത് കൊണ്ട് വിവാഹത്തിനൊന്നും ഞങ്ങൾക്ക് വരുന്നില്ല, അതുകൊണ്ട് ഈ മക്കള് എൻ്റെ വീട്ടിൽ എന്നെ ഇങ്ങനെ സേവിച്ച് കഴിയുകയാണ്. ആ സമയത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങൾ തൻ്റെ കൂടെയുള്ള സ്വഹാബിമാരോട് ചോദിച്ചു, നിങ്ങൾ ആർക്കാണെങ്കിലും താല്പര്യമുണ്ടോ ഈ 2 പെൺകുട്ടികളെ വിവാഹം കഴിക്കാൻ? അപ്പോൾ 2 സ്വഹാബിമാർ കൈപൊക്കി. അവർ 2 പേരും മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഈ യത്തീം കുട്ടികളെ കല്യാണം കഴിച്ചോളാം. ആ സമയത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങളോട് ആ സ്വഹാബിമാർ പറഞ്ഞു, പക്ഷെ ഒരു പ്രശ്നമുണ്ട് തങ്ങളെ, ഞങ്ങളുടെ കയ്യിൽ ഇവർക്ക് കൊടുക്കാനുള്ള മഹറിന് പൈസയൊന്നുമില്ല. ഉടൻ തന്നെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങൾ തൻ്റെ പോക്കറ്റിൽ നിന്നും കുറച്ച് ദീനാറുകൾ ദിർഹമുകൾ എടുത്ത് ആ സ്വഹാബിമാരുടെ കയ്യിലേക്ക് കൊടുത്തു. അവർ അത് മഹറായി കൊടുത്തു. അവിടെ വെച്ച് നിക്കാഹ് നടന്നു എന്ന് ചരിത്രത്തിൽ കാണാം. ആ ഒരു പെൺകുട്ടികളെ നിക്കാഹ് ചെയ്ത് അയക്കാൻ മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങൾ മുന്നിട്ടിറങ്ങിയത് ആ ഒരു സ്വതക്ക കൊടുത്ത കാരണത്താൽ, ആ ഒരൊറ്റ സ്വതക്ക കൊണ്ട് അദ്ദേഹത്തിന്റെ ആയുസ് അല്ലാഹു തആല ദീർഘിപ്പിച്ചു കൊടുത്തു നബിയെ എന്ന് മഹാനായ ഇസ്രായേൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്. അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന സ്വതക്ക നമ്മുടെ ആയുസ് അല്ലാഹു തആല ദീർഘിപ്പിച്ചു തരും. ഇനി 7ാമത്തെ കാര്യം, പ്രഭാത ഭക്ഷണം നേരത്തെ കഴിക്കുക, അതുപോലെ വൈകിട്ടത്തെ ഭക്ഷണം നേരത്തെ കഴിക്കുക. പ്രഭാത ഭക്ഷണം നേരത്തെ കഴിക്കുക. ചില ആളുകൾ രാവിലത്തെ ചായ കുടിക്കുന്നത് മഹാനായ അലിയാരി തങ്ങൾ പറയുകയാ, പ്രഭാത ഭക്ഷണം നേരത്തെ ആക്കുക, താമസിപ്പിക്കരുതെന്ന്. ചില ആളുകൾ 10:30, 11:30, 12 മണിക്കൊക്കെ രാവിലത്തെ ചായ കുടിക്കുന്നത്, നാസ്ത കഴിക്കുന്നത്. അങ്ങനെയല്ല, ഒരു 7:30, 8 മണി, 8:30, ആ ഒരു 9, 9:30ക്കുള്ളിൽ തന്നെ നമ്മൾ നാസ്ത കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നമുക്ക് വേണ്ട ഊർജ്ജം, ആ ഒരു ദിവസത്തേക്ക് വേണ്ട ഊർജ്ജം നമ്മൾ ആദ്യം ശേഖരിക്കുന്നത് ഈ നാസ്തയിൽ നിന്നാണ്. അത് പുട്ടോ പയറോ അതുപോലെ അപ്പമോ ഇടിയപ്പോ എന്താവട്ടെ, നമ്മൾ എന്താണെങ്കിലും കഴിക്കുമ്പോൾ നേരത്തെ പരമാവധി കഴിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ രാത്രിയിലെ ഭക്ഷണം അത് 10:00-ക്കും 11:00-ക്കും 12:00-ക്കും അല്ല കഴിക്കേണ്ടത്. ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ കഴിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും ഖൈറാൻ. ഇശാ നിസ്കാരത്തിന് മുമ്പ് കഴിക്കാൻ പറ്റിയാൽ വളരെ നല്ലതാണ്. ഇതൊന്ന് കൃത്യമാക്കിയാൽ, കാരണം നല്ല ഭക്ഷണം, നല്ല ഉറക്കം, ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്. ആ ഭക്ഷണം ശരിയാവാതെ വരുമ്പോൾ, ഉറക്കം ശരിയാവാതെ വരുമ്പോൾ പല രോഗങ്ങളും ഉണ്ടാകും, വേഗത്തിൽ മരണം സംഭവിക്കാം. ഇതൊക്കെ ഡോക്ടർമാർ തന്നെ പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഇൻഷാ അല്ലാഹ് ഖൈറായ ഒരു ജീവിതം നമുക്ക് അല്ലാഹു തആല തരും. ഈ പുണ്യമായ മാസത്തിൽ നല്ല ശീലങ്ങൾ തുടങ്ങാൻ പറ്റിയൊരു മാസമാണ്. ഈ പുതിയ ശീലങ്ങളൊക്കെ നമ്മൾ തുടങ്ങുക. പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞ ആ ദുആ, അല്ലാഹുമ്മ അക്സിർ മാലി എന്ന് പറഞ്ഞേ, അല്ലാഹുമ്മ അക്സിർ മാലി വ വലദി വ ബാരിക് ലി ഫീമാ അഅതൈതനി വഅതിൽ ഹയാതി അലാ ത്വാഅതിക വഹസിൻ അമലി വഗ്ഫിർ ലി. വല്ലാത്തൊരു ശ്രേഷ്ഠതയുള്ള ദുആയാണ്. ഈ ദുആ അധികരിപ്പിച്ചോ, ഒരുപാട് നന്മകൾ നമുക്കുണ്ടാകും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ പറഞ്ഞ കാര്യങ്ങൾ ആദ്യം എൻ്റെ നഫ്സിനോടും പിന്നെ നിങ്ങൾ ഓരോരുത്തരോടും ചെയ്യണേ എന്ന് ഞാൻ ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നല്ല കാര്യങ്ങൾ ഒരുപാട് കേട്ട് പഠിച്ച് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനും അല്ലാഹു നമുക്ക് തൗഫീക്ക് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഖൈറായ നല്ലൊരു ജീവിതം അല്ലെ, എത്ര കാലം ജീവിക്കുമെന്നറിയില്ല. ജീവിക്കുന്ന കാലത്തോളം നല്ല ത്വാഅത്തിലായി അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട നല്ല അമലുകൾ ചെയ്ത് അവസാനം മരിക്കുമ്പോൾ കലിമ പറഞ്ഞ് മരിക്കാനുള്ള മഹാസൗഭാഗ്യം അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് പേര് നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, പല ആവശ്യങ്ങളും പറഞ്ഞു. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടിയൊക്കെ ദുആ ചെയ്യുന്നുണ്ട്. അല്ലാഹു തആല എല്ലാവരുടെയും പ്രയാസ പ്രശ്നങ്ങൾ മാറ്റി കൊടുക്കട്ടെ, ഹലാലായ മുറാദുകളൊക്കെ ഹാസിലാക്കുമാറാവട്ടെ. എല്ലാ രോഗങ്ങൾക്കും അല്ലാഹു തആല ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. നാളെ സഫർ മാസത്തിൻ്റെ ആദ്യത്തെ വ്യാഴാഴ്ച ദിവസം
ദിവസമാണ്. നാളെ പ്രത്യേകം നോമ്പെടുക്കൽ നല്ലതാണ്. സഫർ മാസം എന്നല്ല, എല്ലാ മാസത്തിലും നോമ്പെടുക്കൽ, തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയൊക്കെ നോമ്പ് പിടിക്കുന്നത് നല്ലതാണ്. അപ്പോൾ റമദാനിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പുകളൊക്കെ പിടിക്കാനുള്ള സഹോദരിമാരുണ്ടെങ്കിൽ, ഉമ്മമാരുണ്ടെങ്കിൽ നാളെ വ്യാഴാഴ്ചത്തെ സുന്നത്തായ നോമ്പ് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു. അതോടൊപ്പം തന്നെ റമദാനിൽ നഷ്ടപ്പെട്ടു പോയ ഒരു ഫർളായ നോമ്പും ഇതിൻ്റെ കൂടെ ഖളാ വീട്ടുന്നു എന്ന് നമുക്ക് നിയ്യത്ത് വെക്കാവുന്നതാണ്. അപ്പോൾ നോമ്പിൻ്റെ കാര്യമൊന്നും മറന്നു പോകണ്ട. പിന്നെ പരമാവധി ഇബാദത്തിലായി കഴിഞ്ഞുകൂടുക. പരമാവധി എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുക. അല്ലാഹു നമ്മളെല്ലാവരെയും ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.